Praise the Lord. Praise the Lord. Hallelujah. Hallelujah. I praise God for this wonderful privilege that God has given to me today morning. ഇത്രയും മനോഹരമായ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന കർത്താവിനെ ഞാൻ മഹത്വം കരേറ്റുന്നു. And especially I thanks International Sion Assembly and all the leaders those have given this such a privilege to stand before today morning with the living word of God. നിങ്ങളുടെ മുൻപേ ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കാൻ എനിക്ക് അവസരം തന്ന ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. Really, God is great and He is doing mighty things through the International Sion Assembly in the different parts of the world, especially in Punjab. പഞ്ചാബിലും തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലും ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിലൂടെ ദൈവം മഹത്വകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാൽ ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. I thanks Evangelist Department for organize such a programs and invite me from Punjab. ഇത്രയും മനോഹരമായ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിനോടുള്ള സ്നേഹവന്ദനവും ഞാൻ അറിയിക്കുന്നു. And especially I give greetings from Punjab, from all the pastors and from all the believers. Those are doing the wonderful ministry over there and praying for all of you. പഞ്ചാബിലെ എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ രീതിയിൽ അവിടെ ശുശ്രൂഷകൾ മുന്നോട്ട് കടന്നു പോകുന്നു. It's my first time that I came with my family. Maybe later they will join us and we can see all of them. എൻ്റെ കുടുംബവുമായി ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. ഈ ആരാധന കഴിഞ്ഞിട്ട് അവരെ നിങ്ങൾക്ക് കാണാനും കഴിയും. As we know, the International Sion Assembly, the evangelist department has doing the prayer from last thousands days, and this is the thousandth day of the prayer. So I will like to speak little about prayer to morning. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രയർ ടവറിൽ 1000 ദിവസത്തെ പ്രാർത്ഥന നടന്നു വരികയാണല്ലോ. ഇത് 1000ാമത്തെ ദിവസമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരുമിച്ച് ഈ മീറ്റിംഗിന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. I strongly believe that today the Spirit of God is moving here and the Spirit of God will do the great thing for all of us. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്നിവിടെ ചലിക്കുന്നതും അവൻ അത്ഭുതങ്ങളെ നമ്മുടെ ഇടയിൽ ചെയ്യുമെന്നും ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. As we know, there is not salvation without Jesus, same way there is not revival without prayer. യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ രക്ഷയില്ല, പരിശുദ്ധാത്മാവിനല്ലാതെ ഒരു ഉണർവുമില്ല. If we are doing prayer, then there will be a great revival in India and part of നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും വലിയ ഉണർവ് ഈ ദിവസങ്ങൾ വ്യാപരിക്കും. Today we all are gathered together and worshiping Jesus it's the result of prayer. നമ്മൾ എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. Today we are praying over here before many people pray for us to bring such a place. ഈ ഒരു സ്ഥലത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ധാരാളം പേർ കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിപ്പാനിടയായി. As I'm speaking in English and Pastor Ajay is translating in Malayalam, I do believe there is one more voice which we are listening to today through the God's word. That's the voice of Holy Spirit. നമ്മൾ രണ്ടുപേരുമാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാനതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിലും ഇന്ന് എനിക്കറിയാം മറ്റൊരു ശബ്ദം കൂടെ ഇവിടെ കേൾക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ശബ്ദമാണ്. Hallelujah. 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 Let's turn our Bible and read a scripture from book of James chapter 5 verse 30 to യാക്കോബിന്റെ 18. ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 5-ാം അധ്യായം 13 മുതലുള്ള വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യം. Anybody can read this verse. ആർക്കെങ്കിലും ഒരാൾക്ക് ആ വാക്യം വായിക്കാം. ഓക്കേ.
Thank you so much for reading this verse. ഈ വാക്യം വായിച്ചതിന് പ്രത്യേകമായി നന്ദി. As we read this verse, you might have read and preach and listen many times from this voice. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. When we are reading this portion, we get the 7 types of prayer over here. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആഴമായ അനുഭവങ്ങളെ കുറിച്ച് കാണുവാനായി കഴിയും. As we are reading, there is a 7 type of prayer. First is the prayer for sickness. ഇവിടെ 7 വിധത്തിലുള്ള പ്രാർത്ഥന നമ്മൾ കാണാം. രോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. The prayer for the church elders, which they pray for the believers. ചർച്ചിനും വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. Prayer with faith. വിശ്വാസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Prayer for each others. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. Prayer of righteous person. നീതിമാന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. Prayer of heart and mind. ഹൃദയത്തിനും മനസ്സിനും വേണ്ടിയുള്ള പ്രാർത്ഥന. And the prayer of blessings or raining of blessings. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. As there are 7 types of prayer, but I'm not going to speak about all, but just I want to speak about the prayer of righteous person. നീതിമാന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ 7 പ്രാർത്ഥനകളിൽ നിന്നും ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. As we already read, there is a big power and big effect of the righteous person. Okay. As we read over here about the prayer, there is telling the prayer of righteous person is a powerful and the effective prayer. ഇവിടെ നീതിമാന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധയോടുകൂടിയതും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുമാണ്. When there will be a prayer by the righteous person, there will be many things happen through the Spirit of God, by the grace of God. നീതിമാന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവിക കൃപയാൽ ദൈവത്തിന്റെ നീതിയാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. Today I'm going to speak why the righteous prayer, the prayer of righteous person have many effect. എന്തുകൊണ്ടാണ് നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. We know in the world every people are doing prayer. ഈ ലോകത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. They have their many gods and every people used to do prayer. അവരവരുടെ ദൈവങ്ങളോട് അവർ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. And we read from here the righteous person, when he pray, he have a big power and big effect in the people. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുകയും ജനത്തിന് വളരെയധികമായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നുവെന്ന് നമുക്ക് കാണുവാനായി കഴിയും. Why it's so different than others people do prayer? Why it's so different than others people do prayer? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന മറ്റുള്ള പ്രാർത്ഥനകളെക്കാളും വ്യത്യസ്തമായിരിക്കുന്നത്? I want to spoken 3 things from it. ഞാൻ ഇതിൽ നിന്ന് 3 കാര്യങ്ങളെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. The first thing why the righteous people when do prayer, it's so affected because righteous people have a living God. ദൈവം നീതിമാന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് ഫലിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ കാര്യം അവർക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. Because he have a living God who hears his prayer. അവന്റെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിവുള്ള ജീവനുള്ള ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നത്. If the person is doing prayer but there is not God, there is no one to listen his prayer, that prayer will not have any effect in every area. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ലെങ്കിൽ, ശ്രദ്ധിക്കാൻ ആരുമില്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. But when there is a God who hears the prayer, then there will be a big effect of prayer. നമ്മൾ നീതിമാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥന വളരെയധികമായി ഫലിക്കുന്നു. As we people are doing the prayer, I want to tell you our God is the living God who always listen our prayers. പ്രാർത്ഥിക്കുന്ന നമ്മളോട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. In Psalm chapter 34 we read the eyes of God is always the righteous people and his ear always listen their words. സങ്കീർത്തനം 34-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് ചെവി തുറന്നിരിക്കുന്നു. To morning I want to tell you that as we are praying, we have to believe our God is a living God who always listening our prayer. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുക, നമുക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. Hallelujah. 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 As
As we read in the Bible, there was about the Eleazar when he bring the people on the mountain and asked to sacrifice to God, that whose God will hears the prayer and he will accept that sacrifice through the fire. നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കാണാം. ഏലിയാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏലിയാവ് തന്റെ ജനത്തിനെ ഒരുമിച്ച് കൂട്ടി പർവ്വതത്തിന്റെ മുകളിൽ പ്രാർത്ഥനയ്ക്കായി പോയി. യാഗത്തിന്റെ മേൽ ദൈവികമായ തീ ഇറങ്ങി അവൻ ദൈവം പ്രാർത്ഥന കേട്ട ഒരു അനുഭവത്തെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. As we know, there are 415 the people of Baal. They are worshipping Baal from morning till evenings. നമുക്കറിയാം രാവിലെ മുതൽ രാത്രി വരെയും ബാൽ എന്ന ദൈവത്തെ ആരാധിക്കുന്ന 450 പ്രവാചകന്മാരെ ഏലിയാവിന്റെ ആ ചരിത്രത്തിൽ നമുക്ക് കാണാനായി കഴിയും. From the morning to evenings, they are crying and they are shouting and they are beating themselves and they are crying, "Hey Baal, listen our prayers." രാവിലെ മുതൽ രാത്രി വരെയും പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞ് അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. They are crying and crying, they are shouting and shouting, they are beating themselves that Baal may listen their prayer, but there will be not any answer. ബാൽ അവരുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി അവർ കരഞ്ഞ് 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 നിലവിളിക്കുന്നു. അവർ ശബ്ദത്തോടെ വിളിക്കുന്നു, അവരുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുന്നു. എന്നിട്ടും ബാൽ പ്രാർത്ഥന കേട്ടതായി അവിടെ കാണുവാനായി കഴിയുന്നില്ല. They are not there was not a one person. They are 450 people. Those are crying and shouting and asking the answer and asking the fire from heaven. അവിടെ ഒരാളല്ല പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് വേണ്ടി ചോദിക്കുന്നത്. 450 പ്രവാചകന്മാർ പ്രാർത്ഥനയുടെ മറുപടിക്കായി കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. But there is not any answer. There is no one to listen their prayer. But they are asking very hopefully, but there is nothing. അവർ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചെങ്കിലും അവരുടെ പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ല, അവർക്ക് മറുപടി കൊടുക്കാൻ ആരുമില്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് ചെവികൊള്ളാൻ അവിടെ ആരുമില്ലാതിരുന്നു. But after we know at the time evening sacrifice, Elias start to pray to God. പക്ഷേ ഏലിയാവ് യാഗത്തിന്റെ സമയമായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. One side is a number of people and one side is a one person to pray. അവിടെ മറു സൈഡിൽ 450 അതുപോലെ ധാരാളം ആൾക്കാരുള്ളപ്പോൾ മറ്റേ സൈഡിൽ ഏലിയാവ് മാത്രമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. But what happened when Elias started to pray? ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയപ്പോൾ ആരംഭം കുറിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? Just Elias started very few time and with the very few words he prayed to living God. ഏലിയാവ് പ്രാർത്ഥന തുടങ്ങി അല്പസമയത്തിനകം അല്പ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ And that the God hear his prayer then and the fire comes from heaven. ദൈവം പ്രാർത്ഥന കേട്ടു. യാഗപീഠത്തിന്റെ മേൽ സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറങ്ങാനിടയായി. My dear brothers and sisters, to morning I want to tell you. ഞാൻ നിങ്ങളോട് മുൻപിൽ നിന്നിട്ട് ഇന്ന് പകലിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവികമായി ജീവിക്കുന്ന ദൈവത്തിന് മുൻപാകെ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയാണ് മറ്റുള്ള എല്ലാ പ്രാർത്ഥനകളെക്കാളും ഏറെ ഫലിക്കുന്ന പ്രാർത്ഥന. Hallelujah. 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 God not wants the number of people. Let's do prayer. God wants one people who had a right relationship with God. ദൈവവുമായി യഥാർത്ഥ ബന്ധമുള്ള ഒരാളുടെ പ്രാർത്ഥനയെ ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേർ ദൈവവുമായി ബന്ധമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവനുമായി ബന്ധമുള്ള ഒരാളെ ദൈവം അന്വേഷിക്കുന്നു. Why the righteous people pray is so affected? Because that righteous people have a living God to hear his prayer. നീതിമാന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് ഫലിക്കുന്നു? കാരണം നീതിമാന് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. To whom we worship, to whom we ask, to whom we pray, he is a living God. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അതിന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം. Our God is not a dead God, he is the living God. നമ്മളുടെ ദൈവം മരിച്ച ദൈവമല്ല, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. Hallelujah. 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 A second thing I want to talk with you. Second.
രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് why the righteous person have affected prayer. നീതിമാന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് ഫലിക്കുന്നു? First we think we are listening because they have living God to hear their ഒന്നാമത് നമ്മൾ prayer. ശ്രദ്ധിച്ചു, നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുന്നു. And the second thing why the righteous person when he do prayer is more affected because he have a relation with living God. എന്തുകൊണ്ടാണ് രണ്ടാമത് നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുന്നു എന്നതിന് വേദപുസ്തകത്തിൽ നമ്മൾ കാണുവാനായി കഴിയുന്നത്, അവന് ദൈവവുമായി ഒരു അടുത്ത ബന്ധമുണ്ട്. If we have a relationship with God, or if we have a right relationship with God, whenever we do prayer, God will listen our prayers. നമുക്ക് ദൈവവുമായി യഥാർത്ഥ ഒരു ബന്ധമുണ്ടെങ്കിൽ എപ്പോൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കും. Gospel John, we read a verse, God never listen the prayer of sinner, but God listen the prayer of righteous man. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അവൻ നീതിമാന്മാരുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കുന്നുള്ളൂ. So when the righteous people, the person who have a good relationship with God, when he do prayer, God give his answer from heaven. ദൈവവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം കേൾക്കും. The prayer is the relationship with God. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഒരു അടുത്ത ബന്ധമാണ്. Only that person only do prayer who have a right or relationship with God. ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധമുള്ള ആളിന് മാത്രമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി കഴിയുകയുള്ളൂ. Without prayer we can't make a good relationship with God. പ്രാർത്ഥനയില്ലാതെ ദൈവവുമായി ഒരു അടുത്ത ബന്ധം പുലർത്താൻ നമുക്ക് കഴിയുകയില്ല. If we want to have a good relationship with God, so we do have to pray. നമുക്ക് ദൈവവുമായി ഒരു അടുത്ത ബന്ധത്തിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കണം. Because when the person who have a right relationship with God, when he do prayer, God listen his prayer. ദൈവവുമായി യഥാർത്ഥ ഒരു ബന്ധമുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. But when he do prayer, there will be many works and many things will be happen. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിലൂടെ സംഭവിക്കും. Today I am standing before you, it's a result of prayer. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ്. My mother, he used to pray for me. എന്റെ അമ്മ എനിക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ട്. I never know I will be a pastor and one day I will go to Kerala and I will preach in front of you. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചതല്ല ഞാൻ ഒരു നാൾ കേരളത്തിൽ വരുമെന്നും നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രസംഗിക്കുമെന്നും. Today am I standing, I believe that it's a result of prayer. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇത് പ്രാർത്ഥനയാൽ സംഭവിച്ചതാണ്. Today I'm working in International Sion Assembly as a region coordinator. I know think so that without prayer it's possible. ഞാൻ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പഞ്ചാബ് റീജിയണൽ കോർഡിനേറ്ററായി ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പ്രാർത്ഥനയല്ലാതെ എനിക്കൊരിക്കലും പ്രാർത്ഥനയിലല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. I heard his story of International Sion Assembly, how it's grow and how it start. ഈ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി എങ്ങനെയാണ് തുടക്കം കുറിച്ചതെന്നും ഈ സംഘടന എങ്ങനെയാണ് വളർന്നതെന്നും ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. I heard there was a grand Ammaji and he used to pray under one tree. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മാതാവ് പ്ലാവിന്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥന തുടങ്ങിയ അനുഭവങ്ങളെ കുറിച്ച്. She used to pray under the tree, but after a long time her prayer became a tree and we all are branches and the fruit of that trees. ഞാൻ കേട്ടതനുസരിച്ചും ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ചരിത്രം അനുസരിച്ചും ലോയിസ് എന്ന് പറയുന്ന ആ മാതാവ് ഒരു പ്ലാവിന്റെ ചുവട്ടിൽ വെച്ച് ആരംഭിച്ച ആ പ്രാർത്ഥന ഒരു വൃക്ഷം പോലെ വളർന്ന് പന്തലിച്ച് അതിന്റെ ബ്രാഞ്ചുകളായൊക്കെ നമ്മൾ മാറി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. Hallelujah. 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 As you are praying for the ministry or mission department and so many things, through your prayer God is doing great things in Punjab. നിങ്ങൾ മിഷൻ ഡിപ്പാർട്ട്മെന്റിനും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവം പഞ്ചാബിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I want to tell you we started the International Sion Assembly ministry before 5 years. 5 വർഷങ്ങൾക്ക് പിറകിലാണ് ഞങ്ങൾ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നത്. But through this 5 years now in Punjab, International Sion Assembly is a well-known ministry in Punjab. 5 വർഷം കൊണ്ട് ദൈവം ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെ പഞ്ചാബിൽ വളരെയധികമായി വർദ്ധിപ്പിക്കാനിടയായി.
There are many pastors, there are thousands, hundreds of villages are there. Those are doing ministry with International Sion അനേകം Assembly. ദൈവദാസന്മാരും നൂറുകണക്കിന് വില്ലേജുകളും ആയിരക്കണക്കിന് ദൈവമക്കളും ചേർന്ന് ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായ രീതിയിൽ അവിടെ മുന്നോട്ട് കടന്നു പോകുന്നു. And Punjab is blessed by through your prayer and through your all sports. നിങ്ങളുടെ പ്രാർത്ഥനയാലും നിങ്ങളുടെ സഹകരണത്താലും പഞ്ചാബിലെ ശുശ്രൂഷകൾ ഭയങ്കര അനുഗ്രഹമായി വളരെ അനുഗ്രഹമായി ദൈവം മുന്നോട്ട് നടത്തുന്നു. So please pray continually for Punjab. ദയവ് ചെയ്ത് തുടർന്നും പഞ്ചാബിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. If we have a right relationship with God, God will do the great things. നിങ്ങൾ ദൈവവുമായി യഥാർത്ഥ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും. As we go for Bible and we read about Daniel. നമ്മൾ ബൈബിളിൽ ദാനിയേലിനെ കുറിച്ച് വായിക്കുകയാണ്. As we know, Daniel was the person who do pray 3 times in a day. നമുക്കറിയാം ദാനിയേൽ ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. And we know there was that administrator those want to stop his prayer. നമുക്കറിയാം അവിടുത്തെ ഭരണാധികാരികൾ അവന്റെ പ്രാർത്ഥനയെ നിർത്താൻ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനിടയായി. When we studied and when we read the word of God, they are not planning to stop his prayer, but they are planning to broken his relationship what he have with God. ശരിക്കും നമ്മൾ അവിടെ വചനം വായിക്കുമ്പോൾ അവൻ അവരുടെ പ്രാർത്ഥനയെ അല്ല ശരിക്കും അവൻ നിർത്താൻ ആഗ്രഹിച്ചത്, ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധത്തെ നിർത്താൻ വേണ്ടി ആ ഭരണാധികാരികൾ ആഗ്രഹിച്ചു. I want to tell you to morning, if there is anything and anybody is standing against your prayer, it means they are standing against your broken your relationship with God. നിങ്ങൾ ആരെങ്കിലും ദൈവവുമായി ഒരു അടുത്ത ബന്ധത്തിലല്ലാതെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ ദൈവവുമായി ഒരു അടുത്ത ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. So they had a plan for Daniel, so broken his relationship with God from God. ദാനിയേലിനെ കുറിച്ച് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ ദാനിയേലിന് ദൈവവുമായി ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും തകർത്തു കളയാൻ വേണ്ടി അവർ ശ്രമിക്കുവാനിടയായി. When there is not relationship with God, then there is not any effect of prayer. ദൈവവുമായി ഒരു ബന്ധമില്ലെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് ഒരു എഫക്റ്റ് ഇല്ലാതെ പോകുവാനിടയായി തീരും. So they try to broken his relationship from God. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കേണ്ടതിന് ദൈവവുമായുള്ള ഒരു ബന്ധത്തെ സ്റ്റോപ്പ് ചെയ്യാൻ, അതിനെ തകർത്ത് കളയുവാൻ വേണ്ടി അന്ന് അവർ ശ്രമിക്കാനിടയായി. As we know, Daniel used to daily open his windows and open his mouth to God. നമുക്കറിയാം അവൻ തന്റെ കിളിവാതിലുകളെ തുറന്ന് ആലയത്തിന് നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. His enemy, they try and they put him into the loin. അവർ സിംഹത്തിന്റെ കുഴിയിലേക്ക് അവനെ തള്ളിയിടുമ്പോഴും അവന്റെ ശത്രുക്കൾ തള്ളിയിടുമ്പോഴും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഭംഗം വന്നില്ല. They thought when we put Daniel front of loin will open their mouth and they will. അവർ ചിന്തിച്ചു സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ പിടിച്ചു തള്ളിയാൽ ആ സിംഹം അവനെ കടിച്ചു കീറി അവന്റെ ജീവിതം അവസാനിപ്പിക്കും. Today morning I want to tell you, if you are opening your mouth in prayer, God will shut the mouth of your enemies. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ വായ് തുറക്കുമെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുടെ വായ ദൈവം അടയ്ക്കുവാനിടയാകും. There will be nobody open the mouth against you if you are opening your mouth in front of God. നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ വായുകളെ തുറന്നാൽ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശത്രുക്കളുടെ വായ സർവശക്തനായ ദൈവം അടയ്ക്കും. Daniel opening his mouth day and night 3 times in the day to the God, and God shut the mouth of lion in front of him. ഒരു ദിവസം 3 പ്രാവശ്യം രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരവും ദാനിയേൽ ദൈവസന്നിധിയിൽ വായ് തുറന്നതുകൊണ്ട് അവന്റെ ശത്രുക്കളുടെ വായെ സർവശക്തനായ ദൈവം അടയ്ക്കുവാനിടയായി തീർന്നു. Hallelujah. 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 So if you have a right relationship with God and you are opening your mouth, God will bring the answer of your prayer. ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധത്തിലാണെങ്കിൽ ദൈവസന്നിധി നിങ്ങൾ വായുകളെ തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുവാനിടയായി തീരും. As we go in Bible, we read about the prayer of Hezekiah. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. As we know, he is about to die. അവൻ മരണാസന്നയിൽ എത്തിച്ചേരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാം. And the prophet Isaiah has come to his house and he tell to him, you are going to die. പ്രവാചകൻ അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നു, നീ മരിക്കാനായി പോവുകയാണ്. But when he listened
that word from the prophet Isaiah, and he turned over to wall and he started to pray and he crying. യെശയ്യാ പ്രവാചകനിൽ നിന്നും ആ പദങ്ങൾ അവൻ കേൾക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് മുഖത്തെ തിരിച്ച് ദൈവത്തോട് കരയുന്നതായി നമുക്ക് ബൈബിളിൽ കാണാം. When he started to pray, he started to speak about the relationship, how he have lived on his days and how he keep his relationship with God. അവൻ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവവുമായി അവൻ എന്ത് ബന്ധത്തിലായിരുന്നു, ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് കർത്താവുമായി ജീവിച്ചത് ഇത്യാദി കാര്യങ്ങൾ ആ പ്രാർത്ഥനയിൽ ഉരുവിടുന്നതായി നമുക്ക് കാണാൻ കഴിയും. When he is speaking about his relationship with what he had with God, and God listened his voice, and God said to him, I heard your prayer. പണ്ട് കാലങ്ങളിൽ അവന് ദൈവവുമായി ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അവൻ ദൈവത്തോട് സംസാരിക്കുന്ന വേളയിൽ സർവശക്തനായ ദൈവം അവന്റെ പ്രാർത്ഥനയുടെ മറുപടി കൊടുത്തതായി നമുക്ക് അവിടെ കാണാനായി കഴിയും. As we know, the prophet one who came to him, he went and in the way again the God spoken with him and tell to him, go back to Isaiah and tell him, God listen your prayers. പ്രവാചകൻ അവന്റെ വീട്ടിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ വീണ്ടും ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, നീ അവന്റെ അടുക്കലേക്ക് തിരികെ പോയി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്നതിനെക്കുറിച്ച് സംസാരിക്കുക. And God listen your tears of eyes. നിങ്ങളുടെ കണ്ണുനീരിനെ സർവശക്തനായ ദൈവം കേൾക്കുന്നു, കാണുന്നു. And God heal from your sickness. നിങ്ങളെ ദൈവം നിങ്ങളുടെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയായി തീരും. And he given 15 year more into you. അവന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അവന്റെ രോഗത്തിൽ ദൈവം വിടുവിച്ചിട്ട് 15 വർഷം അവന്റെ ആയുസ്സിനോട് കൂടെ ദൈവം കൂട്ടിച്ചേർക്കുന്നതായി കാണാനായി കഴിയും. When we have a relationship with God, whenever we do prayer, God will listen and bless and heal and deliver and give us more year to live. ദൈവവുമായി യഥാർത്ഥമായ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ മാനിക്കും, ദീർഘകാലം ജീവിക്കാൻ ദൈവം തന്റെ കൃപ നമുക്ക് വേണ്ടി നൽകും. Last thing I want to speak with you, then I will close it. അവസാനത്തെ ആ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Why the righteous person prayer is so affected? എന്താണ് നീതിമാന്റെ പ്രാർത്ഥന അധികം വളരെ ഫലിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, the first we listen because they have a living God to hear their prayer. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, നമുക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥന ഫലിക്കുന്നു. And the second thing we listen because they have a good relationship with God. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം നമുക്കുള്ളതുകൊണ്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. And the third thing, they have a promises and the covenant with their living God. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു? കാര്യം, നീതിമാന് ദൈവസന്നിധിയിൽ വാഗ്ദത്തവും ആ നീതിമാനുമായി ദൈവം ഒരു ഉടമ്പടിയും ചെയ്തിട്ടുണ്ട്. As we read in the Bible, ask then it shall given to you. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആമേൻ, ചോദിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. Whatever we are asking from God, God is giving. നമ്മൾ എന്തൊക്കെ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ചോദിക്കുമോ അത് ദൈവം നമുക്ക് നൽകി തരുവാനിടയാകും. As we read in the book of Jeremiah chapter 33 verse 3. യിരെമ്യാവ് 33:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, call to me, I will give you answer. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. We have a word of God and we have a promise from God that God will listen and hears our prayer. നമുക്ക് ദൈവവചനത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ദൈവമാണ്. My dear brothers and sisters, when we and I and people, those have a relationship with God, they have a great promise of God. Whenever we are doing prayer, God is so faithful with his promise and he fulfill his promise when we do prayer. ദൈവവുമായി ഒരു അടുത്ത ബന്ധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഉറപ്പായി നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ദൈവം തന്ന വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്ത പ്രകാരമുള്ള മറുപടികൾ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. Hallelujah. 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 So we have a promise of God that God will listen our prayer. നമുക്കൊരു വാഗ്ദത്തമുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. So we know our God is a true God. He is not saying lie. നമ്മുടെ ദൈവം സത്യം മാത്രം പറയുന്ന ദൈവമാണ്, അവൻ കള്ളം പറയുന്ന ദൈവമല്ല. And we know our God is so faithful to with his word.
നമുക്കറിയാം നമ്മുടെ ദൈവം തന്റെ വചനവുമായി അടുത്ത വിശ്വസ്തത പുലർത്തുന്ന ദൈവമാണ്. As we are doing continually praying from last 1000 days, കഴിഞ്ഞ 1000 ദിവസങ്ങളായി നമ്മൾ പ്രാർത്ഥനകൾ തുടരുമ്പോൾ I strongly believe that God is listening all our prayer concern, and we are going that to see that the prayer concern into the great testimonies. ഞാൻ ആഴമായി വിശ്വസിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടു. അതിന്റേതായ മറുപടികൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. Hallelujah. 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 Let's close our eyes and pray. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Thank you, Jesus. Hallelujah. Hallelujah. Please open your mouth and pray to God. Hallelujah. Hallelujah. As we listen, there is a big effect of the righteous person prayer. നമ്മൾ കേട്ടതുപോലെ നീതിമാന്റെ പ്രാർത്ഥന അധികം ഫലിക്കുന്നു. When I and you are doing prayer to living God, നമ്മൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ He is listening our prayer. നമ്മുടെ പ്രാർത്ഥനകളെ അവൻ ശ്രദ്ധിക്കുന്നു. When we have a right relationship with God, നമ്മൾ ദൈവവുമായി ഒരു അടുത്ത ബന്ധത്തിലാണെങ്കിൽ there will be a great answer of our prayer. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മറുപടി ദിവസം ലഭിക്കാനിടയാകും. Because our God is the living God. കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. Our God is the listener of our prayer. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. He is not a listener, he is listening and doing what we ask to him. നമ്മൾ എന്താണോ ദൈവത്തോട് ചോദിക്കുന്നത് അത് കേട്ട് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. So let's pray to God. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് praise the Lord, praise the Lord, praise the Lord. Hallelujah.